അസൈലം ലേണിംഗ് അമൃത മിസ് ആണ്. അപ്പൊ മക്കളെ, ഹൗ മെനി നമ്പേഴ്സ്, എത്ര സംഖ്യകൾ എന്ന് പറയുന്ന ചാപ്റ്റർ നമുക്ക് ഓണം എക്സാമിന് ഉണ്ട് അല്ലേ. അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ എന്തൊക്കെയാണ് നിങ്ങൾ പഠിക്കേണ്ടത്, എന്തൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്നൊന്ന് അറിഞ്ഞിരുന്നാലോ. അതായത് എക്സാമിന് ഈ ഒരു ഭാഗത്ത് നിന്ന് ഏതൊക്കെ രീതിയിലാണ് ചോദ്യങ്ങൾ വരിക, എന്തൊക്കെയാണ് ഈ ചാപ്റ്ററിൽ നിന്ന് പഠിക്കാനുള്ളത് എന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്കൊന്ന് വേഗം നോക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ ആദ്യം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് കുറേ ഇങ്ങനത്തെ വലിയ വലിയ നമ്പറുകളും കുഞ്ഞു നമ്പറുകളും ഒക്കെ മിക്സ് ആക്കിയിട്ട് തരും. എന്നിട്ട് നിങ്ങളോട് പറയും ഈ നമ്പറുകളെയൊക്കെ വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പർ എന്ന രീതിയിൽ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറയും. അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ എഴുതാനായിട്ടുള്ള ഒരു ചോദ്യം നമുക്ക് എന്തായാലും എക്സാമിന് പ്രതീക്ഷിക്കാം. അപ്പൊ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ചോദ്യമാണ് ഇത്, നമ്മൾ കുറേ പ്രാവശ്യം ചെയ്തതാണല്ലേ. അപ്പൊ ഇതേപോലെ ഒരുപാട് നമ്പറുകൾ തരും. ഈ നമ്പറുകളെ വലുതിൽ നിന്ന് ചെറുതിലേക്ക് അല്ലെങ്കിൽ ചെറുതിൽ നിന്ന് വലുതിലേക്ക് അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചോദ്യം എന്തായാലും ചോദിക്കും. അപ്പൊ ഇവിടെ നോക്കിയേ, ഈ ഒരു ടേബിളില്, ഈ ഒരു പട്ടികയിൽ ഏറ്റവും വലിയ നമ്പർ ഏതാണ്? നമ്മൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, ഇതാ റെഡ് ഫോർട്ട് എന്ന് പറയുന്നതാണ് ഏറ്റവും വലുത് അല്ലേ. അപ്പൊ നമ്മൾ എഴുതുക റെഡ് ഫോർട്ട്. എത്രയാണ് റെഡ് ഫോർട്ട്? നമ്പർ 2592 കിലോമീറ്റർ. പിന്നെ രണ്ടാമത് അതിന് തൊട്ട താഴത്തുള്ള നമ്പർ ഏതാ? 2424 അല്ലെ. താജ്മഹൽ എന്താ വരുന്നേ? 2424. പിന്നെ അടുത്തതാരാ നോക്കിയതാ? ഹൈദരാബാദ് ഫിലിം സിറ്റി. അപ്പൊ നമ്മളിവിടെ ഫിലിം സിറ്റി എന്ന് എഴുതുന്നു. അതിന്റെ എത്രയാ നമ്പർ? 1112 കിലോമീറ്റർ. അടുത്തത് പിന്നെ ആരാണ്? പിന്നെ വരുന്നത് 307 ആണോ? അല്ല. 385 ആണോ? അല്ല. 744 ഗോവ. 744 കിലോമീറ്റർ. പിന്നെ വരുന്നത് പിന്നെ ആരാ വരുന്നത്? മൈസൂരോ കന്യാകുമാരിയോ? മൈസൂർ അല്ലേ. നമുക്ക് എഴുതാം മൈസൂർ. പിന്നെ കന്യാകുമാരി അല്ലേ, അവിടെ സ്ഥാനമാണ് ഹിൽ പാലസ്. ഇതിന്റെ ഒക്കെ നമ്പർ എഴുതണം. മൈസൂരിന്റെ നമ്പർ എത്രയാ? മൈസൂരിന് 385, പിന്നെ 307, ലാസ്റ്റ് 11 കിലോമീറ്റർ. അപ്പൊ നിങ്ങൾ നോക്കിയേ, ഈ ഡിസ്റ്റൻസുകളെല്ലാം നമ്മൾ എന്ത് ചെയ്തു? വലുതിൽ നിന്ന് ചെറുതിലേക്ക് എന്ന് പറഞ്ഞ രീതിയിൽ അറേഞ്ച് ചെയ്തു. അപ്പൊ ഇത് ഇങ്ങനെ തന്നെ ചോദിക്കുമെന്നല്ല, കുറേ നമ്പേഴ്സ്, ചിലപ്പോൾ വിത്തുകളുടെ എണ്ണം ആയിരിക്കാം, ചിലപ്പോൾ ബുക്കുകളുടെ എണ്ണം ആയിരിക്കാം, അങ്ങനെ എന്തെങ്കിലും ഇതേപോലെ ഒരുപാട് നമ്പേഴ്സ് തന്നിട്ട് ഇവരെ അറേഞ്ച് ചെയ്യാനുള്ള ഒരു ചോദ്യം എന്തായാലും എക്സാമിന് ഉണ്ടാവും. ഓക്കെ, ഇനി അടുത്ത ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ്. ഒരു വരിയിൽ നിൽക്കുന്ന കണക്കുകൾ നമ്മൾ ചെയ്തതല്ലേ, ഓർമ്മയില്ലേ? ഇവിടെ നോക്കി, വരിയിൽ ഒന്നാമത് നിൽക്കുന്ന ആളുടെ നമ്പർ തന്നിട്ടുണ്ട്, ഒരു ലാസ്റ്റ് നിൽക്കുന്ന ആളുടെ നമ്പറും തന്നിട്ടുണ്ട്. ഈ വരിയിൽ എത്ര പേരുണ്ട് എന്നൊരു ചോദ്യം നമ്മളോട് ചോദിക്കും. ഒന്നാമത്തെ ആളുടെ നമ്പർ തരും, അവസാനത്തെ ആളുടെ നമ്പറും തരും. എന്നിട്ട് ഈ വരിയിൽ എത്ര ആൾക്കാരുണ്ട് എന്ന് നമ്മളോട് ചോദിക്കും. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക? വേഗം തന്നെ പോയിട്ട് 3010 മൈനസ് 2986 എന്ന് ചെയ്യും. ഇത് കുറയ്ക്കൂലേ? 10 6 പോയാൽ 4, 0 ഇവിടെ. അപ്പൊ 10 8 പോയാൽ 2, 24 എന്ന് നമുക്ക് കിട്ടും. അപ്പൊ നമ്മൾ വേഗം ഉത്തരം എഴുതും 24 കുട്ടികൾ. പക്ഷെ തെറ്റാണ്. കാരണം ഇയാളാണ് ഒന്നാമത്തെ നമ്പർ, ഇയാളാണ് ഏറ്റവും അവസാനത്തെ നമ്പർ. അപ്പൊ 1 മുതൽ ഇയാൾ വരെ എത്ര പേരുണ്ട് നമ്മൾ വിചാരിക്കുന്നു? 24 പേരുണ്ട്. ഇയാളാണ് ഒന്നാമത്തെ ആള് അല്ലെ. ഇയാൾ ഒന്നാമത്തെ ആളും ഇതാണ് ഏറ്റവും അവസാനത്തെ ആളും എന്ന് നമ്മൾ വിചാരിക്കുക. അപ്പോൾ ഈ 24 എന്ന് പറഞ്ഞാൽ ഇത് കഴിഞ്ഞ് 24 പേര്, അങ്ങനെയാണ്. ഇത് കഴിഞ്ഞിട്ട് 24 പേര് ചേർന്നതാണ് ഇത്. അപ്പോൾ ഇയാളെ നമ്മൾ കൂട്ടിയിട്ടില്ല. അപ്പൊ അയാളെ കൂട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഈ 24 കൂടെ ഒന്നുകൂടെ കൂട്ടി 25 എന്ന് എഴുതണം അല്ലേ. 25. നമ്മൾ നോക്കിയേ, ഒന്നാമത്തെ ഇയാളുടെ നമ്പർ 1ഉം ഇയാളുടെ നമ്പർ 10ഉം ആണെന്ന് വിചാരിക്കാം. അപ്പൊ ഇവര് തമ്മിൽ എത്ര ആൾക്കാരുണ്ട് എന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? 10 - 1 9 ആൾക്കാർ ആണോ? ഇവര് തമ്മിൽ 9 ആൾക്കാരാണോ ഉള്ളത്? അല്ല. ഒന്നാമത്തെ ആളെ നമ്മൾ കൂട്ടിയിട്ടില്ല. അപ്പൊ ഈ കിട്ടിയ ആൻസറിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം? +1 കൂടെ ചെയ്യണം. അപ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? 10 എന്ന് കിട്ടുന്നത് അല്ലേ. ഇവിടെ നോക്കി, ഇത് ഒന്നാമത്തെ ആള്, ഇത് 10ാമത്തെ ആള്. ഇയാളുടെ നമ്പർ 1 ആണ്, ഇയാളുടെ നമ്പർ 10 ആണ്. നമുക്കറിയാം 1 മുതൽ 10 വരെ 10 ആൾക്കാരുണ്ട് നമുക്കറിയാം. പക്ഷെ 10 - 1 ചെയ്താൽ നമുക്ക് 9 അല്ലേ കിട്ടുന്നുള്ളൂ. അതായത് ഒരാളുടെ കുറവ് അവിടെ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ +1 ചെയ്യുന്നത്. അപ്പൊ നിങ്ങളും ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം.
നമുക്കറിയാം വരിയുടെ ഒന്നാമത്തെ ആളെ അറിയാം, അവസാനത്തെ ആളെ അറിയാം. അപ്പൊ ആ ഇടയിൽ മൊത്തം എത്ര പേരുണ്ട് എന്ന് ചോദിച്ചാൽ മൈനസ് ചെയ്യുക, +1 ചെയ്യുക, മറന്നു പോകരുത്. ഓക്കെ, പിന്നെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്. അതേപോലെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ് ഇത്. ഒരു വരിയിൽ ഒന്നാമത്തെ ആളുടെ നമ്പർ നമുക്കറിയാം, വരിയിൽ 15ാമത് നിൽക്കുന്ന ആളുടെ നമ്പർ എത്രയാണ്? ഇതാണ് ഒന്നാമത്തെ ആള്, ഇത് 15ാമത് നിൽക്കുന്ന ആള്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ എന്താ കൂട്ടേണ്ടത്? 15ആണോ കൂട്ടേണ്ടത്? അല്ല, ഈ ഒന്നാമത്തെ ആള് കഴിഞ്ഞാൽ ഇത് 15ാമത്തെ ആളാ. അതായത് ഒന്നാമത്തെ ആളുടെ കൂടെ +14 നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഒന്നാമത്തെ ആളുടെ കൂടെ നമ്മൾ 14 ആഡ് ചെയ്യണം. അപ്പൊ എത്ര വരും? 3000 എന്ന് വരും അല്ലേ? 2986 + 4 ചെയ്ത് നോക്കിയേ. 10 10 3000. അപ്പൊ 15ാമത്തെ ആളുടെ നമ്പർ എന്ന് പറഞ്ഞാൽ 3000 ആണ്. എങ്ങനെ കിട്ടി? നമ്മൾ +14 ഇവിടെ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ ചോദ്യങ്ങൾ ഉണ്ടാവും. പിന്നെ വരാൻ പോകുന്നൊരു ചോദ്യം ഇതാണ്, ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ്. ഇവിടെ നോക്കി കുറച്ച് നമ്പർ തന്നിട്ടുണ്ട്. 9875. ഇതിൽ 9000s ഉണ്ട്. ഇതാ നോക്കി, ഒന്ന് ശ്രദ്ധിച്ചു നോക്കി. 9875 9000 ഉണ്ട്, ശരിയാണ്. 800 ഉണ്ട് അല്ലേ? അപ്പൊ നമുക്ക് ഇവിടെ 8 എന്ന് എഴുതാം. 800 ഉണ്ട്. പിന്നെയോ 7 10s ഉണ്ട്. ലാസ്റ്റ് 5 1s ഉണ്ട്. 5. ഇതെല്ലാവർക്കും അറിയാം അല്ലെ? ഇതെല്ലാവർക്കും അറിയാം. അടുത്തൊരു ചോദ്യം നോക്കി, 6307. അപ്പൊ നമുക്കറിയാം ഇതിൽ 6000കളാണുള്ളത്, 6000കളുണ്ട്. അപ്പൊ 6. പിന്നെ നമുക്കറിയാം 3 100കളാണുള്ളത്. അയ്യോ, പക്ഷെ ചോദിച്ചിരിക്കുന്ന 10കളാണ്. 100 അവര് ചോദിക്കാൻ മറന്നുപോയി. പക്ഷെ അപ്പൊ 100 വെറുതെ ഒഴിവാക്കി കളയാൻ പറ്റുമോ? ഇല്ല. അടുത്ത് ചോദിച്ചത് 10കളാണ്. ഇതാണ് 10കൾ. അപ്പൊ എത്ര 10 ഉണ്ട് നമുക്ക് പറയാം? 30 10കൾ. അതെന്താ മിസ്സേ 30 എന്ന് എഴുതിയത്? കാരണം ഈ 3 100 100നെ അവിടെ നമ്മൾ എഴുതിയിട്ടില്ല. 100 ഇല്ല ഇവിടെ, 100 ഇല്ല. അപ്പൊ നമുക്ക് 100 ഇല്ല എന്ന് വെച്ച് 3 എഴുതാതിരിക്കാൻ പറ്റില്ല. അടുത്തത് ആരാണോ വരുന്നത് അയാളുടെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം? ഇവരെ അങ്ങ് ചേർത്ത് വിടണം. സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് പറഞ്ഞയക്കണം. അടുത്തത് 7 1s. ഓക്കെ, അടുത്ത നമ്പർ നോക്കി, 4218. നമുക്കറിയാം ഫസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ 1000 ആണേ, 1000. അയ്യോ, ഇവിടെ 100ലാ തുടങ്ങുന്നേ. അപ്പൊ 4000 ഇല്ല, 100ലാ തുടങ്ങുന്നത്. 100 എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ആളല്ലേ? അപ്പൊ നമ്മൾ നോക്കിയേ എത്ര 100കളാ ഉള്ളത്? 42 100കൾ. ശരിയല്ലേ? അടുത്തത് 10 ആണ്, 10s ആണ്. 10s ഇവിടെ ഇല്ല, ഇവിടെ ചോദിച്ചിരിക്കുന്ന 1s ആണ്. അപ്പൊ 10സിനെ കൂട്ടാൻ ആരും വന്നില്ല. അതാ നോക്കിയേ, ഈ 10സിനെ കൂട്ടാൻ ആരും വന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇവർ രണ്ടുപേരും ഒരുമിച്ച് കയറ്റി വിടും. 18. ഓക്കെ അല്ലേ? ഇപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം നിങ്ങളോട് എന്തായാലും എക്സാമിന് ചോദിക്കും. ഇവിടെ നോക്കിയോ, 5600, 0 10s, 8 1s. അടുത്തത് 8000. അടുത്ത 100 ആണ്. 100 ഉണ്ടോ? ഇല്ല. 12 10s. ഇപ്പൊ 12 ഇവിടെ എഴുതാം. 0 1s. അടുത്തത് 1000 ഇല്ല, 1600s. 1600 കഴിഞ്ഞാൽ പിന്നെ 10s ആണ്. 10s ഇല്ല, 25 1s. അപ്പൊ ഈ ഒരു ചോദ്യം എന്തായാലും എക്സാമിന് ചോദിക്കും. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യണം? ഈ ഒരു ചോദ്യം ചെയ്ത് കുറേ നമ്പർ ഇട്ട് ചെയ്ത് പഠിക്കണം. ഓക്കെ, ഇനി നമ്മളോട് പാറ്റേൺസിൽ നിന്ന് ചോദ്യം വരും. പാറ്റേൺസ് ഇവിടെ നോക്കിയ പാറ്റേൺസ് എങ്ങനെയാ? ഇതാ 10,050, 10,051, 52. അപ്പൊ അടുത്തത് എന്തായിരിക്കും? 10,053, 10,054, 10,055. ഇത് സിമ്പിളാ, ഒന്ന് കൂട്ടി എഴുതാൻ. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതിൻ്റെ അകത്തുണ്ട്. അത് മിസ് പറഞ്ഞുതരാം. 11,085, 11,086, 87. അപ്പൊ എന്ത് ചെയ്യും? 11,088. അടുത്തതോ 11,089. അടുത്ത നമ്പർ എഴുതുമ്പോൾ 89ലല്ലേ അവസാനിക്കുന്നേ? നമ്മളത് ആഡ് ചെയ്യുന്നേ വേണം. 89 + 1. ഇതിങ്ങനെ തന്നെ എഴുതി നോക്കണം. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, എന്തിനാ മിസ് അങ്ങനെ തന്നെ എഴുതി നോക്കുന്നേ? 9ലാണ് അവസാനിക്കുന്നെങ്കിൽ നിങ്ങൾ ഇങ്ങനെ എഴുതി നോക്കണം. തെറ്റാൻ സാധ്യത കൂടുതലാണ്. 10 9 0 1 1. അപ്പോൾ 11,090 എന്ന് വരും. അടുത്ത നോക്കുക, 95, 96, 97. അപ്പോൾ 19,998, 19,999. അടുത്തത് എഴുതരുത്, അത് നിങ്ങൾ കൂട്ടി നോക്കണം.
19,999 plus 1. 9 plus 1, 10. 9 plus 1, 10. 9 plus 1, 10. 9 plus 1, 10. 2. കണ്ടോ? ഇതിൻ്റെ ആൻസർ 20,000 എന്നാണ്. പക്ഷെ നമ്മൾ ഇങ്ങനെ എഴുതാൻ മാത്രമേ അത് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് തെറ്റിപ്പോവും. റെഡി? ഇനി 12,320, 12,340, 12,360. അടുത്തത് എന്തായിരിക്കും? ഇവിടെ എല്ലായിടത്തും 20 വെച്ച് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് അല്ലേ? 20 കൂട്ടുമ്പോൾ 12,340. ഇവിടെയും 20 നമ്മൾ കൂട്ടുമ്പോൾ 12,360. ഇവിടെയും 20 നമ്മൾ കൂട്ടുമ്പോൾ 12,380. ഇനി നമ്മൾ 20 കൂട്ടുമ്പോൾ 12,380. ഇനി നമ്മൾ 20 കൂട്ടണം. അപ്പം 0, 0, 4, 12,400, 12,420. ഇങ്ങനെയാണ് കൂട്ടിക്കൂട്ടി വരുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ചോദ്യങ്ങൾ മക്കളെ ഒരു പേടിയും വേണ്ട, നിങ്ങൾ കൂട്ടി നോക്കി തന്നെ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഇത് മാത്രമല്ല, ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെല്ലാം നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ പ്രാണ ബാച്ചിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇച്ചിരി സമയം കൊണ്ട് നമുക്ക് ഇത്രയൊക്കെ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പറ്റിയിട്ടുള്ളൂ. പക്ഷെ നമ്മൾ ബാച്ചിൽ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാൻ പറ്റുമായിരുന്നു. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, ഇപ്പം നമുക്ക് നമ്മുടെ ഫ്രീഡം സെയിൽ ഉണ്ട് അല്ലേ? ഫ്രീഡം ടു എക്സൽ എന്ന് പറയുന്ന ഒരു ഓഫറിൽ നമുക്ക് ആപ്പ് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഓഗസ്റ്റ് 15 ശേഷം ഈ ഒരു ഓഫർ ഉണ്ടായിരിക്കില്ല. ഓണം എക്സാം കഴിഞ്ഞിട്ട് നമുക്ക് ആപ്പ് പർച്ചേസ് ചെയ്യാം, പഠിക്കാം എന്നൊക്കെ വിചാരിക്കുന്നവർ കുറച്ചുകൂടെ എക്സ്ട്രാ പൈസ കൊടുക്കേണ്ടി വരും. ഇപ്പോൾ കുറച്ച് എമൗണ്ട് അല്ലേ ഉള്ളൂ. അപ്പോൾ ആരും തന്നെ മടിക്കണ്ട, വേഗം തന്നെ ആപ്പ് പർച്ചേസ് ചെയ്യുക. അടിപൊളിയായിട്ട് നമുക്ക് ഒരുമിച്ച് പഠിക്കാം.